ഇന്ന് ഞാനും താത്തയും കൂടി ഒരു ചെറിയ യാത്രയ്ക്ക് ഇറങ്ങിയതാണ്. എങ്ങോട്ടാണെന്നൊക്കെ വഴിയെ പറഞ്ഞു തരാം. പോകാനായിട്ട് സീറ്റൊക്കെ റിസർവ് ചെയ്തെങ്കിലും ഞങ്ങൾക്ക് സീറ്റ് കിട്ടാത്തത് കൊണ്ട് ലോക്കൽ കോച്ചിലാണ് കയറിയത്. അതുകൊണ്ട് സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എറണാകുളം എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത്. അവിടെ എത്തിയതും നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചിക്കൻ ബിരിയാണി വാങ്ങിയിട്ടുണ്ട്. ഇത് ചിക്കൻ ബിരിയാണിയാണോ അതോ നെയ്ച്ചോറിൽ കളർ ചേർത്തതാണോ എന്നുള്ളതിനൊരു കൺഫ്യൂഷൻ ഉണ്ട്. സത്യം പറയാലോ ഒരു വസ്തുവിന് കൊള്ളില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി എങ്ങനെയൊക്കെയോ അത് കഴിച്ച് തീർത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ ചങ്ങനാശ്ശേരിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഏകദേശം 2 മണിയായിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ പോകാൻ പോകുന്നത് ബ്രൈഡിന്റെ വീട്ടിലേക്കാണ്. താത്താന്റെ വർക്കിനായിട്ട് ഞാനും കൂടെ പോകുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ബ്രൈഡിന്റെ വീട്ടിൽ നിന്നും ആളെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ബ്രൈഡിന്റെ വീട്ടിലേക്ക് എത്തി. അവിടെ എത്തിയതും താത്ത സാരി ട്രാപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. ഞാൻ ആ സമയം നോക്കി കടന്നുറങ്ങുകയാണ് ചെയ്തത്. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു 5 മണിയായപ്പോൾ ബ്രൈഡിനെ മേക്കപ്പ് ചെയ്യാനായിട്ട് ഇരുത്തിയിട്ടുണ്ട്. നേരെ ഒന്ന് വെളുക്കാനായപ്പോൾ ഞാൻ ആ ജനലൊന്ന് തുറന്നു നോക്കിയതാണ്. ഇവിടുത്തെ പ്രകൃതി ഭംഗി ഒന്ന് ആസ്വദിക്കേണ്ടത് തന്നെയാണ്. നല്ല തണുപ്പും അതുപോലെ നല്ല മഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു കാഴ്ച കണ്ണെടുക്കാതെ നോക്കി പോകും. ഈ ഒരു സമയത്താണ് അവിടുത്തെ അമ്മ ചായ കൊണ്ടുവന്നത്. ഇതും ആസ്വദിച്ച് ചായ കുടിക്കാൻ അടിപൊളി വൈബായിരുന്നു. അങ്ങനെ താത്ത മേക്കപ്പ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവരുടെ വീട്ടിന്റെ മുന്നിലൂടെ ഒരു ചെറിയ തോടൊക്കെ പോകുന്നുണ്ട്. പിന്നെതാ മുമ്പിൽ മുഴുവനായിട്ടും പാടാണ്. പാടത്തിന്റെ നടുക്കാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഇത് എവിടെയാണെന്ന് വെച്ചാൽ ആലപ്പുഴ ജില്ലയാണ്. സത്യം പറഞ്ഞ ഇതിന്റെ കറക്റ്റ് പ്ലേസ് ഒന്നും എനിക്കറിയില്ല. പിന്നെ ഇതാ ഇതുപോലൊരു വഞ്ചി എല്ലാ വീട്ടിലും ഉണ്ടാകും. അതിന്റെ അടിയിൽ ഒരാൾ കിടക്കുന്ന ഒരു പട്ടിക്കുട്ടിയാണ്. എന്താ ഭംഗിയില്ലേ പ്രകൃതി കാണാനായിട്ട്. അങ്ങനെ ഇതാ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ ലുക്ക് എന്ന് നിങ്ങൾ പറയണേ. എന്തായാലും മേക്കപ്പ് ഒക്കെ അടിപൊളിയായിരുന്നു. ബ്രൈഡിനെ കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമായി. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യും. നേരെ പോകുന്നത് അമ്പലത്തിലേക്കാണ്. അങ്ങനെ അമ്പലത്തിൽ അവരെത്തി. ഞങ്ങൾ നേരെ ഒരു കടയിൽ കയറി ഒരു ചായയൊക്കെ കുടിച്ചു. ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ചായയും അതുപോലെ ഒരു പഴംപൊരിയൊക്കെ കഴിച്ച് ഞങ്ങൾ വേറൊരു സ്ഥലത്തിലേക്ക് പോവുകയാണ്. അതെവിടെയാണെന്ന് കാണിച്ചു തരാം. ഞങ്ങൾ അമ്പലത്തിന്റെ ബാക്കിൽ നിന്ന് നോക്കിയപ്പോഴാണ് ഈ ഒരു സ്ഥലം കണ്ടത്. ഈ കായൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതാ അതിൽ നിറയെ മീനുകളുണ്ട്. ഇതെന്ത് മീനാണെന്നൊന്നും അറിയില്ല. കരിമീൻ കുട്ടികളാണെന്ന് തോന്നുന്നു. അതിലിതാ ഒരു ചെറിയ വഞ്ചി ഇതാ തുഴഞ്ഞപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു വരാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായിപ്പോയി. അതുപോലെ തന്നെ ഇതാ അവിടെ നിറച്ച് നിൽക്കുന്നത് ഹൗസ് ബോട്ടുകളാണ്. ഏകദേശം 4-5 ഹൗസ് ബോട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇതിലൊന്ന് കയറണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും അത് നടന്നില്ല. സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങളിതാ താലികെട്ട് കണ്ടുകൊണ്ട് കുറച്ച് നേരം നിന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ സദ്യ കഴിക്കാനായിട്ട് പോവാണ്. ആലപ്പുഴയിൽ വന്നിട്ട് എന്തായാലും അവിടുത്തെ സദ്യ കഴിക്കാതെ പോകുന്നത് മോശമല്ലേ. അങ്ങനെ ഞങ്ങളിതാ സദ്യയൊക്കെ കഴിച്ചു. കൂടെ അടപ്രഥമനും പപ്പടവും പഴവും ഒക്കെ കൂട്ടിയൊന്ന് അടിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ചീറിപ്പാഞ്ഞൊരു ബോട്ട് പോകുന്നത് കണ്ടത്. അങ്ങനെ അതും കണ്ട് അവിടെ നിന്ന് ഒരു ഊബറും വിളിച്ച് ഞങ്ങളിതാ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. സ്റ്റേഷനിലെത്തിയതും ഞങ്ങൾ ജ്യൂസും വെള്ളമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് ഞങ്ങൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. കയറിയത് സ്ലീപ്പറിലായതുകൊണ്ട് തന്നെ നിറയെ സ്വാമിമാരുടെ ഇടയിലാണ് ഞങ്ങൾ ചെന്ന് പെട്ടത്. അങ്ങനെ സ്വാമി ശരണവും പാടിക്കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഇത്രയുള്ളൂ.